നമസ്കാരം. സിഡിനെറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അനീഷ് കൃഷ്ണൻ. പ്രധാന വാർത്തകൾ. കായംകുളം ജലോത്സവം നവംബർ 12-ന്. മേളയുടെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. കായംകുളം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നഗരസഭയുടെ ബങ്ക് മാറ്റി സ്വകാര്യ വ്യക്തിക്ക് വഴിയൊരുക്കുവാനുള്ള ഭരണ നേതൃത്വത്തിന്റെ നടപടികളിൽ പ്രതിഷേധം. UDF കൗൺസിലർമാർ കൊടികുത്തി. മാവേലിക്കര തെക്കേക്കര മാനപ്പുഴ പാലം എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം. BJP ഉപരോധ സമരം നടത്തി. ചെട്ടികുളങ്ങര സംഘർഷം. DYFIയും BJPയും പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായി നവംബർ 12-ന് നടക്കുന്ന കായംകുളം ജലോത്സവം വിപുലമായ പരിപാടികളോടെ നടത്താൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. ഇതിനു മുന്നോടിയായി വള്ളംകളി നടക്കുന്ന കായംകുളം ബോട്ട് ജെട്ടിയും കായലും സജ്ജമാക്കും. വള്ളംകളി നടക്കുന്ന കായലിൽ ട്രാക്കുകൾ സജ്ജമാക്കുന്നതിനായി ട്രഡ്ജിംഗ് പ്രവർത്തനങ്ങൾ ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ നവംബർ ആദ്യവാരം തന്നെ പൂർത്തീകരിക്കും. കായംകുളം ജലോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്രയും പരിപാടികളും സംഘടിപ്പിക്കും. ജലോത്സവത്തിന്റെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. കായംകുളം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന നഗരസഭയുടെ ബങ്ക് മാറ്റി സ്വകാര്യ വ്യക്തിക്ക് വഴിയൊരുക്കുവാനുള്ള ഭരണ നേതൃത്വത്തിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് കായംകുളം നഗരസഭ UDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ബങ്കിൽ കൊടികുത്തി. ബങ്ക് മാറ്റിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ അഴിമതി ആരോപണമാണ് നിലനിൽക്കുന്നതെന്ന് UDF കൗൺസിലർമാർ പറഞ്ഞു. കായംകുളം സ്വകാര്യ ബസ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന നഗരസഭയുടെ ബങ്ക് മാറ്റി സ്വകാര്യ വ്യക്തിക്ക് വഴിയൊരുക്കുവാനുള്ള നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് കായംകുളം നഗരസഭ UDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ബങ്കിൽ കൊടികുത്തി. ബങ്ക് മാറ്റിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടന്നതെന്ന് ആരോപണം നിലനിൽക്കുന്നുണ്ട്. കായംകുളം നഗരസഭാ വക മുനിസിപ്പൽ ബങ്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒരാളിന് ഉപജീവന മാർഗം നടത്തുന്നതിന് വേണ്ടി പ്രതിമാസ വാടകയ്ക്ക് നൽകിയിരുന്നു. വർഷങ്ങളായി അവിടെ ഇരുന്ന് ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ആളിനെ ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപ കൊടുക്കാമെന്ന് വ്യാമോഹിപ്പിച്ച് ആ ബങ്ക് സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭൂമിയിലേക്ക് വഴിയുണ്ടാക്കാനായി മേടിച്ചിട്ടുണ്ടെന്നാണ് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ആ നടപടിക്രമം തെറ്റാണ് എന്നുള്ളത് കൊണ്ടും ആ മനുഷ്യന് ബങ്ക് വേണ്ട എങ്കിൽ അത് നഗരസഭയെ തിരിച്ചേൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ കൊണ്ടുവന്ന് കൊടികുത്തിയിട്ടുള്ളത്. ഈ കൊടി അഴിച്ചു മാറ്റാനോ കൊടി എടുത്തു കളയാനോ ശ്രമിച്ചാൽ അതിനെതിരെ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് വളരെ വലുതായിരിക്കും. ആ കാര്യത്തിൽ UDFന്റെ തീരുമാനമാണിത്. ഇത് നഗരസഭയുമായി ബന്ധപ്പെട്ട ഒരു വലിയ അഴിമതിയാണ്. ഈ അഴിമതി അവസാനിപ്പിക്കാനുള്ള നടപടിയാണ് UDF കൗൺസിലർമാർ ഇവിടെ നടത്തിയിട്ടുള്ളത്. UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, DCC ജനറൽ സെക്രട്ടറിമാരായ K പുഷ്പദാസ്, AJ ഷാജഹാൻ, AP ഷാജഹാൻ, ബിധു രാഘവൻ, നവാസ് മുണ്ടകത്തിൽ, ബിജു നസറുള്ള, PC റോയി, അംബിക, ഷെയ്ജ റഷീദ്, ഷൈനി ഷിബു തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. സിഡിനെറ്റ് ന്യൂസ്, കായംകുളം. ദീർഘകാലം പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും പത്തിയൂർ ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പറും RVSM ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പൊതുപ്രവർത്തകനുമായിരുന്ന മടത്തിൽ BK നാരായണപിള്ളയുടെ ചരമവാർഷികം കോൺഗ്രസ് ആചരിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും പത്തിയൂർ ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പറും RVSM ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പൊതുപ്രവർത്തകനുമായിരുന്ന മടത്തിൽ BK നാരായണപിള്ളയുടെ ചരമവാർഷികം കോൺഗ്രസ് ആചരിച്ചു. ചരമവാർഷിക ദിനമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ
വളരെ ദീർഘകാലത്തെ ബന്ധം അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സൈനിക സേവനം കഴിഞ്ഞാണ് സ്കൂള് അധ്യാപകനാകുന്നത്. ആ അധ്യാപകനായിരിക്കെ ബഹുമാന്യനായ ശ്രീ തച്ചടി പ്രഭാകരൻ എന്ന വലിയ നേതാവുമായുള്ള ബന്ധം, പത്തിയൂർ മണ്ഡലത്തിൽ അന്ന് കോൺഗ്രസിനെ നയിച്ചുകൊണ്ടു പോകുക, പ്രത്യേകിച്ച് വളരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടു പോകുവാൻ ദീർഘവീക്ഷണമുള്ള തച്ചടി പ്രഭാകരൻ എന്ന നേതാവാണ് ശ്രീ വി കെ നാരായണപിള്ള സാറിനെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാക്കിയത്. അദ്ദേഹം അത് ഭംഗിയായി നിർവഹിച്ചു. ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സൈക്കിൾ ചവിട്ടി വാർഡുകൾ കടന്നു ചെന്ന് കോൺഗ്രസിന് കമ്മിറ്റികൾ ഉണ്ടാക്കി അതിശക്തമായി കോൺഗ്രസിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന് ദീർഘവീക്ഷണമുണ്ടായിരുന്നു, ചിട്ടയുണ്ടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചൊരു കാര്യം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി വളരെ ചിട്ടയോടുകൂടി ചെയ്യുന്ന ഒരാളായിരുന്നു. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. പത്തിയൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന വസതിയിൽ നടന്ന യോഗം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ തികഞ്ഞ മാതൃകയായി നാരായണപിള്ള സാറിൻ്റെ പൊതുജീവിതത്തെ എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ 9 വർഷം പിന്നിടുമ്പോഴും ഒളിമങ്ങാതെ അത് നിറഞ്ഞു നിൽക്കുവാൻ എല്ലാവരും തങ്ങളുടേതായ തിരക്കുകളിൽ ഓടുന്ന ഈ കാലത്തും അദ്ദേഹത്തിൻ്റെ ഓർമ്മ പങ്കിടുവാൻ വേണ്ടി ഇത്രയും അധികം ആളുകൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയുവാൻ കഴിയും, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകർക്കിടയിൽ ഈ സമൂഹത്തിൽ ആർജിച്ച സ്വാധീനത്തിൻ്റെയും പിന്തുണയുടെയും ഏറ്റവും വലിയ തെളിവായി തന്നെ ഈ സാന്നിധ്യത്തെ നമുക്ക് നോക്കിക്കാണുവാൻ കഴിയും. ഒരു പൊതുപ്രവർത്തകനായി നിലകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു, വളരെ മാതൃകാപരമായ പൊതുപ്രവർത്തകനായി തന്നെ അദ്ദേഹവുമായി അടുത്ത് പ്രവർത്തിച്ചവർ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കണ്ടവർ വിലയിരുത്തുന്നുണ്ട്. പൊതുപ്രവർത്തനം ഉണ്ടായിരിക്കേണ്ട സത്യസന്ധത തൻ്റെ ജീവിതകാലം അത്രയും മുറുകെ പിടിച്ച് മുന്നേറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ കാത്തുസൂക്ഷിക്കേണ്ട വ്യക്തിത്വവും തൻ്റെ ജീവിതത്തിലെ കൃത്യതയുമൊക്കെ എന്നും കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ പ്രിയപ്പെട്ട നാരായണപിള്ള സാറിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അധികായനായ നേതാവ് ശ്രീ തച്ചടി പ്രഭാകരനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കാലയളവിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ വിശ്വസ്തനായി നിലകൊണ്ട് പ്രവർത്തിച്ചയാളാണ് പ്രിയപ്പെട്ട നാരായണപിള്ള സാർ. അങ്ങനെ വിശ്വസ്തനായി നിലകൊള്ളുമ്പോഴും തനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ, തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, തനിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് ചൂണ്ടിക്കാട്ടുവാൻ, വിമർശിക്കുവാൻ, അത് ആദരണീയനായ ശ്രീ തച്ചടി പ്രഭാകരൻ്റെ മുമ്പിൽ പോലും, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോലും തൻ്റെ നിലപാടുകൾ, തനിക്കുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടികാട്ടാതെ മുന്നോട്ട് പോയ പൊതുപ്രവർത്തകനായിരുന്നു പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് രാജശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി N രവി, DCC ജനറൽ സെക്രട്ടറിമാരായ N വേലായുധൻ പിള്ള, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്തിയൂർ, രാജൻ ചെങ്കിളിൽ, DCC അംഗങ്ങളായ ബെന്നി പത്തിയൂർ, രാജേന്ദ്രകുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ ആമ്പക്കാട് സുരേഷ്, ബാബു കൊരമ്പള്ളി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശംഭു പ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ യൂർ ശ്രീജിത്ത്, ദീപക് എരുവ, KSU ജില്ലാ ജനറൽ സെക്രട്ടറി വിശാഖ് പത്തിയൂർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആദർശ മഠത്തിൽ, വിജയകുമാർ മഠത്തിൽ, ലാലൻ, ബിജു പത്തിയൂർ, തണ്ടാശിൽ വിജയൻ, സരസൻ പോരിനില, നാരായണൻ നമ്പൂതിരി, പ്രമോദ് ഏവൂർ, തോമസ് ഏവൂർ, ശശിധരൻ പിള്ള, മാടവൻ ഷാജി, മേട്ടുതറ രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ്, കായംകുളം. കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് കുടുംബശ്രീ ADS വാർഷികം നടന്നു. വാർഷിക സമ്മേളനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D അംബുജാഷി ഉദ്ഘാടനം ചെയ്തു. കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ കുടുംബശ്രീ ADSന്റെ വാർഷികം നടന്നു. ADS പ്രസിഡന്റ് ശ്രീലതയുടെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക സമ്മേളനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു. രക്ഷകർത്താക്കൾ പോലും അംഗീകരിക്കുന്നു. നിങ്ങളുടെ കുട്ടി ഇന്ന സാധനം ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരമ്മയും ഒരു അച്ഛനും അംഗീകരിക്കില്ല. ഞാനത് അവരെ കുറ്റപ്പെടുത്തുകയല്ല, കാരണം അത് അവരുടെ മക്കളിലുള്ള അമിതമായ വിശ്വാസമാണ് തന്റെ കുട്ടി അത് ചെയ്യുന്നത്. പക്ഷേ എന്തിന് പറയുന്നു എന്ന് ആണിനോട് പറയുന്ന പോലെ തന്നെ പെണ്ണിനോട് പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു
ചങ്ങലയും ഇത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകമാണ്. ഇത് വലിയ ശൃംഖലയായി പ്രവർത്തിച്ചുകൊണ്ട് ലോകത്തിൽ നിന്ന് നമുക്കറിയാം, ഗൾഫ് രാജ്യത്തിൽ നിന്ന് വന്ന ഓറഞ്ച് കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഏതാണ്ട് 1718 കോടി രൂപയുടെ മയക്കുമരുന്ന്. പണം എങ്ങനെ ഉണ്ടാക്കണമെന്നാണ് ഇപ്പോഴത്തെ ന്യൂ ജെനിന്റെ താല്പര്യം. പണം ഉണ്ടാക്കിയാൽ മതി. ഒരുപക്ഷെ ഒരു എഞ്ചിനീയറെയോ അല്ലെങ്കിൽ ഡോക്ടറെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ബിസിനസ് മാനേജ്മെന്റിലേക്ക് ഒക്കെ വരുന്ന നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള അഭ്യസ്ത വിദ്യകൾ. സെക്രട്ടറി അമ്മിണി സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് കുമാർ, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറയത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാധിക മുരളി, KR രാജേഷ്, CDS ചെയർപേഴ്സൺ പ്രീജ, ബ്ലോക്ക് കോർഡിനേറ്റർ ആശ, കുടുംബശ്രീ അക്കൗണ്ടന്റ് സുനിത, മുൻ CDS ചെയർപേഴ്സൺ സരസമ്മ എന്നിവർ സംസാരിച്ചു. വി അനിൽ ബോസ് ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ബിന്ദു സന്തോഷ് കൃതജ്ഞത പറഞ്ഞു. ചടങ്ങിൽ വാർഡിലെ മികച്ച സാമൂഹ്യ പ്രവർത്തകനും കണ്ടലൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം, പോലീസ് സ്റ്റേഷൻ, രജിസ്ട്രാർ ഓഫീസ് എന്നീ സർക്കാർ ഓഫീസുകളുടെ നിർമ്മാണം ഉൾപ്പെടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിന് മുൻകൈ എടുത്തിട്ടുള്ളയാളുമായ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G ശങ്കരപിള്ളയെയും മുതിർന്ന കുടുംബശ്രീ പ്രവർത്തക ചിന്നമ്മയെയും ആദരിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ മുന്നണി പോരാളികളായ ആശാപ്രവർത്തകരെയും ഹരിതകർമ്മ സേനാ പ്രവർത്തകരെയും വാർഡിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച രേവതി അയൽക്കൂട്ടത്തെയും ആദരിച്ചു. കാരുണ്യ അയൽക്കൂട്ടം ഏർപ്പെടുത്തിയ ചികിത്സാ ധനസഹായത്തിന്റെ വിതരണവും നടന്നു. തുടർന്ന് അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും നൽകി. CD നെറ്റ് ന്യൂസ് കായംകുളം. മാവേലിക്കര തെക്കേക്കര പഞ്ചായത്തിലെ ഉമ്പർനാട് മാനപ്പുഴ പാലം എത്രയും വേഗം പുനർനിർമ്മിക്കുക എന്ന ആവശ്യമുന്നയിച്ച് BJP തെക്കേക്കര വടക്ക് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടന്നു. ഈ വിഷയത്തിൽ CPM കളിക്കുന്ന രാഷ്ട്രീയ നാടകം അവസാനിപ്പിക്കണമെന്ന് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് BJP മാവേലിക്കര മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനൂപ് പറഞ്ഞു. മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ഉമ്പർനാട് മനാപ്പുഴ പാലം എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP തെക്കേക്കര വടക്ക് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് സമാനമായി തന്നെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ നിൽപ്പ് സമരം സംഘടിപ്പിച്ചിരുന്നു. ആ നിൽപ്പ് സമരം പ്രദേശത്തെ ജനങ്ങളുടെ ആകെ ശ്രദ്ധ ആകർഷിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ എവിടെ നിന്നോ കുറെ തെങ്ങിന്റെ തടികൾ ഇവിടെ ബണ്ട് നിർമ്മിക്കുന്നതിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുയിട്ടതിന്റെ ഒരു ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്ന തൊട്ടുപുറകിൽ കാണുന്ന ഈ തെങ്ങിൻ തടികൾ. ആ തെങ്ങിൻ തടികൾ സ്ഥാപിക്കുക മാത്രമല്ല, ഈ പാലത്തിനോട് ചേർന്നുകൊണ്ട് അന്നത്തെ MLA ആയിരുന്ന കല്ലുമല മുള്ളിക്കുളങ്ങര പ്രധാന റോഡിൽ ഉമ്പർനാട് 1-ാം വാർഡിന്റെയും 19-ാം വാർഡിന്റെയും അതിർത്തിയിൽ TA കനാലിന് കുറുകെയുള്ള മാനാപ്പുഴ പാലം വർഷങ്ങളായി തകർന്നു കിടക്കുകയാണെന്ന് സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. തകർന്നു കിടക്കുന്ന ഈ പാലത്തിലൂടെ നിത്യേന സ്കൂൾ ബസ്സുകളടക്കം വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. ഈ വിഷയത്തിൽ CPM കളിക്കുന്ന രാഷ്ട്രീയ നാടകം അവസാനിപ്പിക്കണമെന്ന് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP മാവേലിക്കര മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനൂപ് പറഞ്ഞു. ആ KSRTC നഷ്ടമില്ലാതെ അത്യാവശ്യം ലാഭകരമായി തന്നെയായിരുന്നു ഇതുവഴി ഓടിക്കൊണ്ടിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേ പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ഒരു സമരം സംഘടിപ്പിച്ചു. BJP തെക്കേക്കര വടക്ക് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് വിജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KV അരുൺ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ബിജു പല്ലാരിമംഗലം, പൊന്നമ്മ സുരേന്ദ്രൻ, സ്മിത ഓമനക്കുട്ടൻ, മിഥു അഭിലാഷ്, വിനീത ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് മാവേലിക്കര. AIYF ചുനക്കര മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന R ജനാർദ്ദനൻ പിള്ള സ്മാരക അഖില കേരള ഏകാംഗ നാടക മത്സരത്തിന്റെ സ്വാഗത സംഘം യോഗം ചേർന്നു. ഡിസംബർ 3-4 തീയതികളിലായി ചാരുമൂട്ടിൽ നാടക മത്സരം നടത്താൻ തീരുമാനമായി. AIYF ചുനക്കര മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന R ജനാർദ്ദനൻ പിള്ള സ്മാരക അഖില കേരള ഏകാംഗ നാടക മത്സരത്തിന്റെ സ്വാഗത സംഘം ചേർന്നു. CPIയുടെ മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് KS രവി, മറ്റ് നേതാക്കളായ MD ശ്രീകുമാർ, രാജേഷ് ഇറവങ്കര, അംജാദ്, സുബൈർ തുടങ്ങിയവർ നേതൃത്വം നൽകിയ സ്വാഗത സംഘം യോഗത്തിൽ ഡിസംബർ 3-4 തീയതികളിലായി ചാരുമൂട്ടിൽ വെച്ച് നാടക മത്സരം നടത്താൻ തീരുമാനമെടുത്തു. AIYF ചുനക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
ഏകാംഗ നാടക മത്സരം നടത്തുന്നതിന് ഉള്ള സ്വാഗത സംഘം യോഗം ചേർന്നു. അതിൻ്റെ ചെയർമാനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് മങ്കയാഷിനെയും കൺവീനറായി അനു കാരക്കാരനെയും തീരുമാനിച്ചു. ഡിസംബർ 3-4 തീയതികളിൽ ചാരിമൂട് ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നാടക മത്സരം നടത്തുവാനാണ് ആരംഭിക്കുന്നത്. സംസ്ഥാന തലത്തിൽ തന്നെ ഏകാംഗ നാടക മത്സരവുമായി സഹകരിക്കാനുള്ള എല്ലാ ടീമുകളെയും ക്ഷണിക്കുവാൻ തീരുമാനിച്ചു. പങ്കജാക്ഷൻ, വിശ്വനാഥൻ പിള്ള, ബഷീർ, അനു കാരക്കാട്, അരുൺ കരിമുളയ്ക്കൽ, അനീഷ് രാജ്, ഷെരീഫ്, റഫീഖ് എന്നിവർ പങ്കെടുത്തു. സ്വാഗത സംഘം ചെയർമാനായി CPI ചുനക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പങ്കജാക്ഷനെയും കൺവീനറായി AIYF ചുനക്കര മേഖലാ സെക്രട്ടറി അനു കാരക്കാട്ടിനെയും പബ്ലിസിറ്റി കൺവീനറായി ചുനക്കര മേഖലാ പ്രസിഡന്റ് റഷീദ് ബഷീറിനെയും തെരഞ്ഞെടുത്തു. ഒന്നാം സമ്മാനത്തിന് അർഹരാകുന്ന നാടകത്തിന് 10,001 രൂപ ക്യാഷ് പ്രൈസും R. ജനാർദ്ദനൻ പിള്ള സ്മാരക സമ്മാനവും ലഭ്യമാകും. രണ്ടാം സമ്മാനത്തിന് അർഹനാകുന്ന നാടകത്തിന് 5,001 രൂപ സമ്മാനം ലഭിക്കും. കൂടാതെ മികച്ച നടൻ, നടി, മികച്ച സഹനടൻ, സഹനടി, മികച്ച സംവിധായകൻ, മികച്ച രംഗസജ്ജീകരണം എന്നിവയ്ക്കും സമ്മാനങ്ങൾ നൽകും. രണ്ടാം ദിവസം സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ഇതിനുശേഷം നാടൻപാട്ടടക്കമുള്ള കലാപരിപാടികളും നടക്കും. CD നെറ്റ് ന്യൂസ്, ചാരിമുട്. കായംകുളം അർബൻ സഹകരണ സംഘം നഗരപ്രദേശത്തെ 44 വാർഡുകളിലെയും താമസക്കാരായ 2021-2022 SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതിഭകൾക്കും അവാർഡുകൾ സമ്മാനിക്കുന്നു. അപേക്ഷകർ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അർബൻ സംഘത്തിൽ എത്തിക്കേണ്ടതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബന്ധപ്പെടേണ്ട നമ്പറുകൾ 0479 2445383, 0479 2995 ഡിവൈഎഫ്ഐ ചെട്ടികുളങ്ങര കിഴക്ക് മേഖലാ സെക്രട്ടറി ഗോകുലിനെ RSS സംഘം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മാവേലിക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തി. ജില്ലാ പ്രസിഡന്റ് ജെയിംസ് ഷാമുവേൽ ഉദ്ഘാടനം നിർവഹിച്ചു. അതേസമയം ഗോകുലിനെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഡിവൈഎഫ്ഐ മാവേലിക്കര ബ്ലോക്ക് കമ്മിറ്റി അംഗം, ചെട്ടികുളങ്ങര കിഴക്ക് മേഖലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ഗോകുലിനെ RSS സംഘം വധിക്കാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മാവേലിക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ജെയിംസ് സാമുവൽ ഉദ്ഘാടനം നിർവഹിച്ചു. സമാധാനം കാത്തു സൂക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം കലുഷിതമാക്കരുത്. ഞങ്ങൾ ഭൂമിയോട് ശ്രമിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് ശ്രമിക്കാൻ ഞങ്ങൾക്കാവില്ല. RSSനോടും BJPയോടും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വിനീതമായി അഭ്യർത്ഥിക്കുന്നത് ഭയപ്പെട്ടോ പേടിപ്പെട്ടോ ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തകരാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു കാര്യം ഉറപ്പിച്ച് RSSന്റെയും BJPയുടെയും ഈ നാട്ടിലെ മുഴുവൻ ക്രിമിനൽ സംഘങ്ങളോട് സൂചിപ്പിക്കാൻ, അടിച്ചാൽ തിരിച്ചടിക്കും. അതിനൊരു സംശയം ഉണ്ടാവില്ല. അടിച്ചാൽ അടിയും മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയിരിക്കുമെന്ന് RSSകാരും കരുതരുത്. തിരിച്ചടിക്കാൻ ശേഷിയുള്ള സംഘടനയുള്ള RSSനെക്കാട്ടിലും ഇരട്ടിയധികം സംഘശക്തിയുള്ള സംഘടനയുടെ പേരാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഓഫ് ഇന്ത്യ. അത് ഓർത്തു വേണം RSS ഇടപെടാൻ. അതുകൊണ്ട് കേരളത്തിനകത്ത് ചെട്ടികുളങ്ങരയിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ ക്രിമിനൽ സംഘങ്ങൾക്കെതിരെയും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ അണിനിരക്കണം. ഈ ക്രിമിനൽ സംഘങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി തയ്യാറാവണം. ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന പ്രവർത്തനത്തിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അണിചേരണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചെട്ടികുളങ്ങരയിൽ നടക്കുന്ന RSSന്റെ അക്രമത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും പ്രവർത്തകരെയും ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ശാന്തിഷ് ജൂൺ അധ്യക്ഷത വഹിച്ചു. മറ്റ് നേതാക്കളായ വിഷ്ണു ഗോപിനാഥ്, സെൻ സോമൻ, അനുപമ, ആദർശ്, വിശ്വനാഥ്, യു അനന്തു, ലിജു വർഗീസ് എന്നിവർ സംസാരിച്ചു. അതേസമയം ഗോകുലിനെ ആക്രമിച്ച സംഭവത്തിൽ
3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ചെട്ടികുളങ്ങര ഈരേട് തെക്ക് പാണൂർ വീട്ടിൽ അഖിൽ, പുത്തൻതറയിൽ വിഷ്ണു, പുഷ്പതടം തുഷാർ എന്നിവരെയാണ് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. CD നെറ്റ് ന്യൂസ്, ചെട്ടികുളങ്ങര. മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ഉമ്പർനാട് മനാപ്പുഴ പാലം എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP തെക്കേക്കര വടക്ക് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. കല്ലുമല മുള്ളിക്കുളങ്ങര പ്രധാന റോഡിൽ ഉമ്പർനാട് 1-ാം വാർഡിന്റെയും 19-ാം വാർഡിന്റെയും അതിർത്തിയിൽ TA കനാലിന് കുറുകെയുള്ള മാനാപ്പുഴ പാലം വർഷങ്ങളായി തകർന്നു കിടക്കുകയാണെന്ന് സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. തകർന്നു കിടക്കുന്ന ഈ പാലത്തിലൂടെ നിത്യേന സ്കൂൾ ബസ്സുകളടക്കം വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. ഈ വിഷയത്തിൽ CPM കളിക്കുന്ന രാഷ്ട്രീയ നാടകം അവസാനിപ്പിക്കണമെന്ന് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP മാവേലിക്കര മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനൂപ് പറഞ്ഞു. BJP തെക്കേക്കര വടക്ക് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് വിജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KV അരുൺ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ബിജു പല്ലാരിമംഗലം, പൊന്നമ്മ സുരേന്ദ്രൻ, സ്മിത ഓമനക്കുട്ടൻ, മിഥു അഭിലാഷ്, വിനീത ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, മാവേലിക്കര. ചെട്ടികുളങ്ങരയിൽ CPM നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ച് BJP പ്രകടനവും യോഗവും നടത്തി. ചെട്ടികുളങ്ങര ചെറുകര ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ക്ഷേത്ര ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP സംസ്ഥാന കൗൺസിൽ അംഗം മടത്തിൽ ബിജു ഉദ്ഘാടനം ചെയ്തു. ചെട്ടികുളങ്ങരയിൽ CPM നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് BJP പ്രകടനവും യോഗവും നടത്തി. ശനിയാഴ്ച രാത്രി 7:30ഓടെയാണ് BJP ചെട്ടികുളങ്ങര മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർക്കുകയും BMSന്റെ ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളുടെ കൊടികളും ഫ്ലെക്സ് ബോർഡുകളും ഒരു സംഘം ആൾക്കാർ നശിപ്പിക്കുകയും ചെയ്തതെന്ന് നേതാക്കൾ പറഞ്ഞു. തഴക്കര സഹകരണ ബാങ്കിലെ അഴിമതിയുടെ ഭാഗമായി നിക്ഷേപകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തുന്ന ഏകദിന സത്യാഗ്രഹത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി കഴിഞ്ഞ് ഭാരവാഹികൾ ഓഫീസ് പൂട്ടിപ്പോയതിനു ശേഷമാണ് DYFI പ്രവർത്തകർ ഓഫീസിന്റെ ബോർഡും കൊടിയും തകർത്തതെന്നും നേതാക്കൾ പറഞ്ഞു. ചെട്ടികുളങ്ങര ചെറുകര ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ക്ഷേത്ര ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP സംസ്ഥാന കൗൺസിൽ അംഗം മടത്തിൽ ബിജു ഉദ്ഘാടനം ചെയ്തു. ചെട്ടികുളങ്ങര മണ്ഡലം പ്രസിഡന്റ് മഞ്ജു അനിൽ അധ്യക്ഷത വഹിച്ചു. കർഷക മോർച്ച സംസ്ഥാന സമിതി അംഗം ദേവാനന്ദ്, മറ്റ് നേതാക്കളായ കണ്ണൻ ചെട്ടികുളങ്ങര, വിനോദിനി നായർ, ലതാ ശേഖർ, മഹേശ്വരി, ഹരിഗോവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, ചെട്ടികുളങ്ങര. കായംകുളത്തെ മുസ്ലിം ജമാഅത്തുകളുടെ സംയുക്ത വേദിയായ മേഖല ജമാഅത്ത് കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം നടത്തി. AM ആരിഫ് MB ഉദ്ഘാടനം ചെയ്തു. കായംകുളത്തെ മുസ്ലിം ജമാഅത്തുകളുടെ സംയുക്ത വേദിയായ മേഖല ജമാഅത്ത് കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് AM ആരിഫ് MB ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പൊ ഇതെല്ലാം പഠിപ്പിക്കുന്നത് നമുക്ക് നന്മ ഉണ്ടാവാനാണ്, നമ്മുടെ നന്മയും കരുണയും സ്നേഹവും കാരുണ്യവും ഉണ്ടാവാനാണ്. ഞാൻ എൻ്റെ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ലോകം ഇപ്പോൾ വലിയ സാമ്പത്തിക നാണയത്തിൽ റെസിഷനാണ്. സാമ്പത്തിക നാണയത്തിന്റെ കാര്യത്തിൽ എന്തിനാണ് ഇസ്ലാമിക് എക്കണോമി ചർച്ച ചെയ്യുന്നത്? പ്രവാചക പ്രഭു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയായിരുന്നു, ഭരണഘടന ഉണ്ടാക്കിയ ആളാണ്. ലോകത്തിന് ആദ്യത്തെ ഭരണഘടന ഉണ്ടാക്കിയ ഭരണ വ്യവസ്ഥയിൽ രാഷ്ട്രീയം വലിയ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് രാഷ്ട്രീയം. പ്രവാചകന്റെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് രാഷ്ട്രീയം ഉണ്ടാ. ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ മതക്കാർ ഖുറൈശികൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന അവരുടെ ആരാധനാ രീതിയല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനാ രീതി. ആ ആരാധനാ രീതിക്ക് അവർ നിർബന്ധിക്കുമ്പോൾ നിങ്ങളുടെ ആരാധനാ രീതിക്ക് ഞാൻ വരുന്നില്ല, എന്റെ ആരാധനാ രീതിക്ക് നിങ്ങൾ വഴങ്ങുന്നില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ സൂറത്തുകൊണ്ട്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂന വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദു മാ അഅ്ബുദും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ മതത്തെ ദുരുപയോഗം ചെയ്യാതിരിക്കാനാണ്. മതത്തെ ദുരുപയോഗം ചെയ്യുന്നു. ഇവിടെ കുറച്ചാളുകൾ ഇറങ്ങിയിട്ട് മതത്തെ ദുരുപയോഗം ചെയ്യുകയാണ്. ആ മതത്തെ ദുരുപയോഗം ചെയ്ത് ലോകത്തിന് അശാന്തിയും അതുപോലെ അസമാധാനവും ലോകത്ത് തീവ്രവാദവും ഭീകരവാദവും എല്ലാം പരത്തിക്കഴിഞ്ഞാൽ പടച്ചവന്റെ മുമ്പിൽ അവിടെ ചെല്ലുമ്പോൾ ഒരിക്കലും സ്വീകരിക്കത്തില്ല.
ഇവിടെ ജീവിത പദ്ധതിയാണ് നമുക്ക് തരുന്നത്, ഒരു ജീവിത ചര്യയാണ് നമുക്ക് തരുന്നത്. ആ പദ്ധതി പഠിച്ച് നമുക്ക് എത്ര കണ്ടിട്ട് മനുഷ്യരെ ശരിയായ ദിശയിൽ കൊണ്ടുവരുന്നത് മുഹമ്മദ് റസൂൽ കരീം മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളെ എല്ലാം നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത് ബോംബ് കൊണ്ടും പരിച കൊണ്ടും അതുപോലെ വടിവാൾ കൊണ്ടും വെട്ടുകത്തിക്കൊണ്ടല്ല, സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടാണ്. അതാണ് സ്നേഹത്തിന്റെ മതമാണ്, കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. ആ കാരുണ്യവും സ്നേഹവും സാഹോദര്യവും സൗഹൃദവുമാണ് നാം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ നിന്ന് വേണം നമ്മൾ പറയാൻ. അതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മാനവരാശിക്ക് ഒരു മഹത്തായ ജീവിത പദ്ധതി നൽകുകയും സ്നേഹവും കാരുണ്യവും കൊണ്ട് മാനവരാശിയെ നന്മയുടെ വഴിത്താരയിലേക്ക് നയിക്കാനും ഇഹലോകത്തിൽ എന്ന പോലെ പരലോകത്തിൽ ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിലേക്ക് ഇവിടെ നമ്മൾ എത്ര കണ്ട് നന്മ പ്രദാനം ചെയ്യുന്നു അതാണ് നമുക്കവിടെ സ്വർഗലോകത്തിലേക്ക് നമുക്കുള്ള കവാടങ്ങൾ തുറക്കപ്പെടുക എന്നതും പഠിപ്പിച്ചു തരുന്ന വിശ്വാസ പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തീർച്ചയായും നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് ഈ നബിദിനാഘോഷം. ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ KK നൌഷാദ്, യെസ് ഇന്ത്യ ചെയർമാൻ BK ഷൗക്കത്ത് നൈമി അൽ ബുഖാരി, കരുവ ജുമാ മസ്ജിദ് ചീഫ് ഇമാം സയ്യിദ് ഹദിയത്തുള്ള തങ്ങൾ റാഷിദി അൽ ഹൈദ്രോസി, A ത്വാഹ മൗലവി, M മുഹമ്മദ് മുസ്ലിയാർ, ഷെയ്ഖ് P ഹാരിസ്, ലിയാഖത്ത് പറമ്പി, അൻസാരി കോയിക്കിലേത്ത്, AM കബീർ എന്നിവർ സംസാരിച്ചു. നമ്മൾ മനസ്സിലാക്കാനെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ വലിയൊരു അത്ഭുതമാണ്. ഇന്നും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ എല്ലാ ഭാഗങ്ങളിലും മിനാരങ്ങളിൽ കൂടി ലോകത്ത് ഒരേ ഒരു പേരാണ് വിളിച്ചു പറയപ്പെടുന്നത്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പേര്. ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഏത് സമയത്തും ഈ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മുഹമ്മദ് മുഹമ്മദ് എന്ന പേര്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇന്ത്യയാണെങ്കിലും ഇംഗ്ലണ്ടാണെങ്കിലും അമേരിക്കയാണെങ്കിലും യൂറോപ്പാണെങ്കിലും ഞങ്ങളിങ്ങനെ കഴിഞ്ഞ 1.5 മാസത്തിന് മുമ്പ് ഈജിപ്ത്, ഫലസ്തീൻ, ജോർദാൻ അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പോകുവാൻ ഇടയായി. ഈജിപ്തിൽ നമ്മൾ പോകുമ്പോൾ 2 ഭൂഖണ്ഡങ്ങളാണ്. സൂയസ് കനാൽ കടന്നിട്ട് വേണം കെയ്റോയിലേക്ക് പോകുവാൻ. നമ്മൾ ലോകത്തിന്റെ മുഴുവൻ രാജ്യങ്ങളിലും വിളിച്ചു പറയപ്പെടുന്ന ഒരു പേരുണ്ടതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. 1400 കൊല്ലങ്ങൾ കഴിഞ്ഞു അവിടുന്ന് വഫാത്തായി. എന്നിട്ടും അവിടുത്തെ പേര് ലോകമൊട്ടുക്കും വിളിച്ചു പറയപ്പെടുകയാണ്. അങ്ങനെ ഒരു ലോക നേതാവ് വേറെ എവിടെയും കാണുവാൻ നമുക്ക് കഴിയില്ല. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഞാൻ ഒരൊറ്റ സന്ദേശം നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. വിശ്വമാനവികതയുടെ വിശ്വദർശനമാണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, വിശ്വമാനവികതയുടെ വിശ്വദർശനമാണ്. നമുക്ക് ചിലപ്പോ കാരുണ്യത്തിന്റെ അല്ലെങ്കിൽ മാനവികതയുടെ കാര്യങ്ങളായി ചിലപ്പോ നമുക്ക് നമസ്കാരം, ചിലപ്പോ നമുക്ക് സക്കാത്ത്, നോമ്പ് ഒക്കെ നമുക്ക് പറയാം, പാവപ്പെട്ടവനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നിസ്കാരത്തിൽ എന്താണ് ഈ പാവപ്പെട്ടവനെ ഓർക്കുക എന്നത് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം. വെളുത്തവനാണ് ബാക്കിലത്തെ സഫിൽ പിറകിലത്തെ സഫിൽ നിൽക്കുന്നതെങ്കിൽ ഫ്രണ്ടിലെ സഫിൽ നിൽക്കുന്നത് കറുത്തവനാണെങ്കിൽ ആ വെളുത്തവൻ കൊണ്ട് തലവെക്കേണ്ടത്, വലിയ രാജകുമാരൻ കൊണ്ട് തലവെക്കേണ്ടത് കറുത്തവന്റെ കാലിന്റെ ചുവട്ടിലാണ്. നബിദിനത്തോടനുബന്ധിച്ച് കായംകുളം MSM കോളേജിൽ നിന്ന് ആരംഭിച്ച നബിദിന റാലി ടൗൺ ചുറ്റി മേടമുക്കിൽ സമാപിച്ചു. CDNet ന്യൂസ് കായംകുളം. കായംകുളം കൊറ്റുകുളങ്ങര മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. ജമാഅത്ത് പരിപാലന കമ്മിറ്റി അംഗങ്ങൾ, മദ്രസ അധ്യാപകർ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. കായംകുളം കൊറ്റുകുളങ്ങര മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. ജമാഅത്ത് പരിപാലന കമ്മിറ്റി അംഗങ്ങളും ദാറുസ്സലാം മദ്രസ അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും റാലിയിൽ പങ്കെടുത്തു. രാവിലെ 8 മണിക്ക് ആരംഭിച്ച റാലി ഷഹീദാർ പള്ളി മഖാം സിയാറത്തിന് ശേഷം ജുമാഅത്ത് പള്ളി അങ്കണത്തിൽ സമാപിച്ചു. തുടർന്ന് അന്നദാനം നടന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1497 ജന്മദിനത്തിനോടനുബന്ധിച്ച്
നമ്മുടെ കൊറ്റുകുളങ്ങര ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ നബിദിന റാലിയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക, അനുമോദിക്കുക. ലോകമാനവ സമുദായത്തിന് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശവുമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യൻ മണലാരണ്യത്തിൽ ഭൂജാതനായ അന്ത്യപ്രവാചകനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1497 ജന്മദിനം കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ കൊറ്റുകുളങ്ങര ദാറുസ്സലാം മദ്രസ വിദ്യാർത്ഥിനികളും ഇമാമും മുദർരിസുമായ ഉസ്താദും മറ്റ് ജമാഅത്ത് ഭാരവാഹികളും പങ്കെടുക്കുന്ന നബിദിന ഘോഷയാത്രയാണ് ഇവിടെ നിന്നും ആരംഭിക്കുന്നത്. എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട് വളരെ ശ്രദ്ധ നേടിയിരുന്നു. നബിദിന റാലിക്ക് ജമാഅത്ത് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി വരിശ്ശേരി, ജമാഅത്ത് സെക്രട്ടറി മുഹമ്മദ് അസ്ലാം, ജമാഅത്ത് മുദ്രിസ് അബ്ദുൾ സമദ് സുർഫാനി, ട്രഷറർ അബ്ദുൾ മജീദ്, മദ്രസ അധ്യാപകരായ ഹക്കിം മുസ്ലിയാർ, സ്വാലിഹ് മുസ്ലിയാർ, അബ്ദുൾ റഹീം മുസ്ലിയാർ, നബിദിന ആഘോഷ കമ്മിറ്റി കൺവീനർ ഷാജി കിഴക്കയ്യത്ത്, ജോയിന്റ് കൺവീനർ അഷ്റഫ് മരങ്ങാട്ട്, മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി കൺവീനർ റഹീം കൊപ്പാറ എന്നിവർ നേതൃത്വം നൽകി. കായംകുളം. കണ്ടലൂർ പുതിയവിള മസ്ജിദുൽ മഹഫിറയുടെയും ദാറുസ്സലാം മദ്രസയുടെയും നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്ര നടന്നു. പള്ളി ഇമാം യു അബ്ദുൽ വാഹിദ് ദാരിമി ഉദ്ഘാടനം ചെയ്തു. കണ്ടലൂർ പുതിയവിള മസ്ജിദുൽ മഖ്ഫിറയുടെയും ദാറുസ്സലാം മദ്രസയുടെയും നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്ര നടന്നു. പള്ളി ഇമാം യു അബ്ദുൽ വാഹിദ് ദാരിമി ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് ഇമാം നൌഷാദ് മുസ്ലിയാർ, കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൽ ഗഫൂർ, അബ്ദുൽ റഷീദ്, അബ്ദുൽ സത്താർ, ഷാഹുദ്ദീൻ, തങ്ങൾകുഞ്ഞ്, നിഷാമോൻ, പൂക്കുഞ്ഞ് തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. മദ്രസയിൽ നിന്നും വിജയിച്ച വിദ്യാർത്ഥികളെയും കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികളെയും അനുമോദിച്ചു. സിഡി നെറ്റ് ന്യൂസ്, കായംകുളം. മാവേലിക്കര വെട്ടിയാർ കിഴക്ക് മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ റാലി സംഘടിപ്പിച്ചു. വെട്ടിയാർ കിഴക്ക് മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അൽഹാജ് AR താജുദ്ദീൻ മൗലവി ഉദ്ഘാടനം നിർവഹിച്ചു. മാവേലിക്കര വെട്ടിയാർ കിഴക്കേ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ റാലി സംഘടിപ്പിച്ചു. നബിദിന ഘോഷയാത്ര ഇത് ആരംഭിച്ചിരിക്കുന്നു. വെട്ടിയാർ കിഴക്ക് മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അൽഹാജ് AR താജുദ്ദീൻ മൗലവി ഉദ്ഘാടനം നിർവഹിച്ചു. ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് നജീബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി K അജി സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് നൈസാം, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് അലി, ട്രഷറർ ഷാജഹാൻ, കമ്മിറ്റി അംഗങ്ങളായ സലാം, കബീർ, ഇർഷാദ്, മുജീബ്, ഇബ്രാഹിം കുട്ടി, മുഹമ്മദ് ഹനീഫ, ഷഹനാസ് എന്നിവർ സംസാരിച്ചു. സിഡി നെറ്റ് ന്യൂസ്, മാവേലിക്കര. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1497 ജന്മദിനം കായംകുളം പെരിങ്ങാല യങ് മെൻസിന്റെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. പതാക ഉയർത്തൽ, മധുരപലഹാര വിതരണം എന്നിവ നടത്തി. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1497 ജന്മദിനം കായംകുളം പെരിങ്ങാല യങ് മെൻസിന്റെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. തീർത്ഥം പൊഴിച്ചാലുമൂടിന് സമീപം പതാക ഉയർത്തി.
മദ്രസ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. അൻസാരി കോയിക്കലേത്ത്, ഷമീർ തട്ടുപുരക്കൽ, ഹാഷിം സേട്ട്, ബിജു കണ്ണങ്കര, സമീർ ഇബ്രാഹിംകുട്ടി, ഷെഫീഖ്, കിങ്സ് ഷെഫീഖ്, നവാസ്, നസീർ, അൻവർ ഷാ, നാദിർ ഷാ, നൂറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളം എരുവ കോയിക്കൽപ്പടി ഹയാത്തുൽ ഇസ്ലാം മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും വീടുകളിൽ അന്നദാനവും നടത്തി. ഭാരവാഹികൾ നേതൃത്വം നൽകി. കായംകുളം എരുവ കോയിക്കൽപ്പടി ഹയാത്തുൽ ഇസ്ലാം മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി 550-ൽ പരം വീടുകളിൽ അന്നദാനവും നടത്തി. ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1497ാമത് ജന്മദിനമാണ് ഇന്ന് ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കായംകുളം എരുവ കോയിക്കൽപ്പടിക്കൽ ഹയാത്തുൽ ഇസ്ലാം മദ്രസ കുട്ടികളുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഉസ്താദന്മാരുടെയും നേതൃത്വത്തിലുള്ള നബിദിന റാലിയാണ് ഈ വഴി കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം ഊട്ടിവളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സന്ദേശം കൂടിയാണ് നബിദിന റാലിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കടന്നു വരികയും ഈ പ്രദേശത്തെ മുഴുവൻ ഏകദേശം 500ഓളം വീടുകളിലേക്ക് ഞങ്ങൾ അന്നദാന വിതരണവും ഞങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങളത് ഇന്ന് തന്നെ അത് വിതരണം ചെയ്യുന്നതാണ്. വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം. ഇതിൽ സഹകരിച്ച മുഴുവൻ പേരും ഞങ്ങൾ വരുന്ന വഴിയിൽ എല്ലാ മതസ്ഥരും എല്ലാ വിഭാഗക്കാരും ഇതിനുവേണ്ടി അനുഗ്രഹം ആശംസകൾ നേരുകയും അവർ അന്നപാനീയങ്ങൾ വിതരണം ചെയ്യുകയും മധുരപലഹാരങ്ങൾ കുട്ടികൾക്ക് വേണ്ടി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. ഏവർക്കും നബിദിന ആശംസകൾ നേർന്നു. ഹയാത്തുൽ ഇസ്ലാം മദ്രസ കോയിക്കൽപ്പടിക്കൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ മസ്ജിദുൽ ഇജാബ കമ്മിറ്റിയുടെയും പേരിൽ ഞങ്ങൾ നബിദിന ആശംസകൾ നേരുകയാണ്. മതസൗഹാർദ്ദം ഊട്ടി വളർത്തുവാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഈ വേളയിൽ നിങ്ങളോട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രസിഡന്റ് കാവിൽ നിസാം, സെക്രട്ടറി സുധീർ കോയിക്കൽപ്പടി, അൻസാരി സുഹരി, ഹബീബ് മുസ്ലിയാർ, അജ്ലിഫ് സക്കാഫി, ജോയിന്റ് സെക്രട്ടറി സഹീർ കണിയമ്പറമ്പിൽ, ട്രഷറർ അബ്ദുൽ മജീദ്, കമ്മിറ്റി അംഗങ്ങളായ പൂക്കുഞ്ഞ്, നൌഷാദ്, ഹസീം, ഷിജാർ, നിയാസ്, സജീവ്, ഷഫീഖ്, അൻസാരി, മുജീബ് എന്നിവരും രക്ഷകർത്താക്കളും നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളം കീരിക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും മുർഷിദുൽ അനാം മദ്രസയുടെയും നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. ജമാഅത്ത് ചീഫ് ഇമാം ഷിഹാബുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. കായംകുളം കീരിക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും മുർഷിദുൽ ആനാം മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. മദ്രസ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച വിദ്യാർത്ഥികളുടെ റാലി ആയിക്കാട്ട് പടിയിട്ടടുത്ത് കണ്ണമ്പള്ളി, വരിക്കപ്പള്ളി, കളിയിക്കൽ, കണ്ണാടിമുക്ക്, ഞാവക്കാട് ജംഗ്ഷൻ, പുളിമുക്ക് ജംഗ്ഷൻ, ഐക്യ ജംഗ്ഷൻ വഴി കീരിക്കാട് മസ്ജിദിൽ സമാപിച്ചു.
മധുരപലഹാര വിതരണവും അന്നദാനവും നടത്തി. ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് ചെട്ടിയത്ത് അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് ചീഫ് ഇമാം ഷിഹാബുദ്ദീൻ സഖാഫി ഉദ്ഘാടനം നിർവഹിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1497 ജന്മദിനത്തോടനുബന്ധിച്ച് ഏരിക്കാട് മുസ്ലിം ജമാഅത്തിൻ്റെയും മുർഷിദുൽ അനാം മദർസയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വമ്പിച്ച നബിദിന റാലിയാണ് ഈ വഴിത്താരയിലൂടെ കടന്നു പോകുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് നൽകിയ സന്ദേശം അത് എക്കാലത്തുമുള്ള മനുഷ്യർക്ക് അനുയോജ്യമായതാണ്. ആ നിബിധങ്ങളെ പിൻപറ്റുകയും ആ നിബിധങ്ങളോടുള്ള മഹബത്തുകൾ ലോകത്തെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ നിബിധങ്ങളുടെ ഇത്തരത്തിലുള്ളതായ നബിദിന സുദിനത്തിൽ ലോകമെമ്പാടും മുസ്ലിമീങ്ങൾ ആ മഹത്തായ നബിദിന കർമ്മം നിർവഹിക്കുകയും അതിൽ പങ്കാളികളാവുകയും നബിതങ്ങളോടുള്ളതായ അതിരട്ട സ്നേഹം മൗലിദുകളിലും ഘോഷയാത്രകളിലൂടെയും അതുപോലെയുള്ളതായ മഹത്തായ പ്രവർത്തനങ്ങളിലൂടെയും നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കീരിക്കാട് മുസ്ലിം ജമാഅത്തിൻ്റെയും അതുപോലെ മുർഷിദുൽ അനാം മദ്രസ വിദ്യാർത്ഥികളുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ മഹത്തായ നബിദിന റാലി. ഈ റാലിയിൽ സഹായിച്ച ഊഷ്മളമായ സ്നേഹം നൽകിയവർക്കും സംബന്ധിച്ചവർക്കും എല്ലാവിധത്തിലുള്ളതായ ആശംസകൾ നേരുന്നു. സൗദർ മുഅല്ലിമും മുഹമ്മദ് സ്വാലിഹ് ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വാർഡ് കൗൺസിലർ എ ജെ ഷാജഹാൻ, ജമാഅത്ത് സെക്രട്ടറി ഷെഫീഖ് കൊപ്രാപുരയിൽ, മദ്രസ കൺവീനർ അനസ് കീരിക്കാട്, ജോയിന്റ് സെക്രട്ടറി ഷാഹുൽ ഹമീദ് മലയിൽ, ട്രഷറർ അഷ്റഫ്, കമ്മിറ്റി അംഗങ്ങളായ പൂക്കുഞ്ഞ് തണ്ടാൻ്റെയം, സക്കീർ മല്ലഞ്ചേരി, ഹുസൈൻ മണത്തിൽ, അനസ് ഇല്ലിക്കുളം, മുഅല്ലിമുകളായ ഷാജഹാൻ മുസ്ലിയാർ, വന്തികപ്പള്ളി, ഷിഹാബുദ്ദീൻ മുസ്ലിയാർ, താജുദ്ദീൻ ഇല്ലിക്കുളം എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളം മുഹീദ്ദീൻ പള്ളി നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികൾ നബിദിന റാലി നടത്തി. ജമാഅത്ത് പ്രസിഡന്റ് ഷാജി വലിയപറമ്പിൽ നേതൃത്വം നൽകി. കായംകുളം മുഹീദ്ദീൻ പള്ളി നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളുടെ നബിദിന റാലി നടന്നു. ദഫ്മുട്ടിന്റെ അകമ്പടിയോടുകൂടിയാണ് റാലി നടന്നത്. ജമാഅത്ത് പ്രസിഡന്റ് ഷാജി വലിയപറമ്പിൽ നേതൃത്വം നൽകി. ജമാഅത്ത് ചീഫ് ഇമാം ഇമാമുദ്ദീൻ സഖാഫി ദുആയ്ക്ക് നേതൃത്വം നൽകി. കായംകുളം മുഹീദ്ദീൻ പള്ളി ജമാഅത്ത് നൂറുൽ ഹുദ മദ്രസയിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ജമാഅത്ത് പരിപാലന സമിതിയുടെ ഭാരവാഹികളും ചേർന്ന് നടത്തുന്ന നബിദിന ഘോഷയാത്രയുടെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ലോകം മുഴുവനുള്ള ഇസ്ലാം മത വിശ്വാസികൾ നബി തിരുമേനിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കായംകുളം മുഹീദ്ദീൻ പള്ളി ജമാഅത്ത് ഇത്തരം കുട്ടികളുടെ കലാപരിപാടികളും ആയി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നതിന് ഈ സുദിനത്തിൽ ലോകത്ത് സമാധാനവും സന്തോഷവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിരിക്കുന്നത്. അതനുസരിച്ച് സാഹോദര്യവും ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് ഈ നബി സന്ദേശമായി പറയുവാനുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ വീണ്ടും വീണ്ടും സമൂഹത്തെ പഠിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് കായംകുളം മുഹീദ്ദീൻ പള്ളിയിലെ നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളും കമ്മിറ്റി ഭാരവാഹികളും രക്ഷിതാക്കളും എല്ലാവരും ഇവിടെ ഈ നബിദിന സന്ദേശ റാലി നടത്തുന്നത്. എല്ലാവിധ തിന്മകൾക്കുമെതിരെയുള്ള എല്ലാവിധ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും തീവ്രവാദത്തിനുമെതിരെയുള്ള വലിയ സന്ദേശമാണ് വിശുദ്ധമായ ഈ നബിദിന സന്ദേശമായി
നമുക്കെല്ലാവർക്കും ലോകത്തിന് സമർപ്പിക്കാനുള്ളത് വിശുദ്ധമായ വിശുദ്ധ ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ കാരുണ്യമാണ് ലോകത്തിന് നൽകിയിട്ടുള്ളത്. ആ കാരുണ്യമാകട്ടെ പരസ്പരം എല്ലാ മേഖലയിലും നമുക്കുണ്ടാകേണ്ടതെന്ന ഒരു വിശുദ്ധമായ സന്ദേശം എല്ലാവർക്കും നൽകിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ എല്ലാവർക്കും വിശുദ്ധമായ ഈ നബിദിനത്തിൽ എല്ലാവർക്കും നബിദിന ആശംസകൾ അർപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. സത്താർ സക്കാഫി, ഷൗക്കത്ത്, സക്കീർ, സജീർ, റജി, സലാഹുദ്ദീൻ, സബീർ, സമദ്, ഖമർ, റഷീദ്, അഷ്റഫ്, നിസാം എന്നിവർ നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ്, കായംകുളം. പുത്തൻതെരുവ് മദ്രസത്തുൽ ഖാദിറിയയിലെ വിദ്യാർത്ഥികൾ നബിദിന റാലി നടത്തി. ജമാഅത്ത് പ്രസിഡന്റ് KK നൌഷാദ് ഉദ്ഘാടനം. റാലി ജമാഅത്ത് പ്രസിഡന്റ് KK നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. പുത്തൻതെരുവ് മുസ്ലിം ജമാഅത്തിന്റെ മദ്രസയിലെ നമ്മുടെ പ്രിയങ്കരായ കുട്ടികൾ നടത്തുന്ന റാലിയാണ് ഇന്നിവിടെ നമ്മൾ കാണാൻ പോകുന്നത്. വളരെ വർഷക്കാലമായി നമ്മുടെ മദ്രസയുടെ മികവ് വിളിച്ചോതുന്ന ഒരു സംവിധാനമാണ് നമ്മളിവിടെ എല്ലാ വർഷവും അരങ്ങേറുന്നത്. ഇന്ന് ഇതിനുവേണ്ടി ഇതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ദീനീ സ്നേഹികളെയും ഈ റാലിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇമാം മുഹമ്മദ് റാസി അൽ അസ്ഹരിയുടെ പ്രാർത്ഥനയോടുകൂടിയാണ് റാലി ആരംഭിച്ചത്. ആരംഭപ്പോയ മുത്തുനബിയുടെ ഹദറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്റെ മുന്നിൽ നിൽക്കുന്ന അപരിഷ്കൃത സമൂഹത്തിന്റെ കാലച്ചകൾ കാലെ കൂട്ടിക്കൊണ്ടിരുന്നു. കാരുണ്യമാണ് കരണീയമെന്ന ലോകത്തിന്റെ കാപാലന്മാരുടെ കാതിൽ പറഞ്ഞ കാലം കാത്തിരുന്ന കാലത്തിന്റെ കാര്യദർശി അഷ്റഫുൽ ഹൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1497ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് കായംകുളം പുത്തൻതെരുവ് മുസ്ലിം ജമാഅത്ത് കായംകുളം പുത്തൻതെരുവ് മദ്രസത്തുൽ ഖാദിറിയ വിദ്യാർത്ഥികൾ അണിനിരന്ന നബിദിന സന്ദേശ റാലിയാണ് ഈ ജമാഅത്ത് പരിപാലന കമ്മിറ്റി അംഗങ്ങളായ ഹക്കിം മാളിയേക്കൽ, ലിയാഖത്ത് പറമ്പി, അൻസാരി കോയിക്കലേത്ത്, നിസാർ JK, ഹസൻ കുഞ്ഞ്, കരുവിൽ സമീർ, സുധീർ, ഷൗക്കത്ത് തെക്കടത്ത്, റിയാസ് ഒഴുകിനീറ്റിൽ, മൻസൂർ, മറ്റ് മതപണ്ഡിതന്മാർ എന്നിവർ പങ്കെടുത്തു. റാലിയിൽ ദഫ്മുട്ട്, കോൽക്കളി സംഘങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധയാകർഷിച്ചു. പുത്തൻതെരുവ് ജമാഅത്തിൽ നിന്ന് ആരംഭിച്ച റാലി പ്രതാങ്കമോട് കോളേജ് ജംഗ്ഷൻ ഷഹിദാർ പള്ളി വഴി പുത്തൻതെരുവ് പള്ളിയിൽ തന്നെ സമാപിച്ചു. മധുര പലഹാര വിതരണം നടത്തി. CD നെറ്റ് ന്യൂസ്, കായംകുളം. സേവാഭാരതി ചെട്ടികുളങ്ങരയുടെ നേതൃത്വത്തിൽ സൗജന്യ അസ്ഥി സാന്ദ്രത പരിശോധനയും മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഡോക്ടർ B ദിലീപ് ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി ചെട്ടികുളങ്ങരയുടെ നേതൃത്വത്തിൽ കൈതതക്ക് LP സ്കൂളിൽ
സൗജന്യ അസ്ഥി സാന്ദ്രതാ പരിശോധനയും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ഡോക്ടർ ബി ദിലീപ് ഉദ്ഘാടനം നിർവഹിച്ചു. സേവാഭാരതി ചെട്ടുകുളങ്ങര പ്രസിഡന്റ് കെ രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ദയാൽകുമാറിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. ചടങ്ങിൽ ദേശീയ സേവാഭാരതി ജില്ലാ സെക്രട്ടറിമാരായ ആർ രാജേഷ്, ഗോപൻ ഗോകുലം, വാർഡംഗം ജെ അമൃത, സേവാഭാരതി ചെട്ടുകുളങ്ങര സെക്രട്ടറി എസ് സഞ്ജു, സുനിത വേണു, ബീന ഉണ്ണികൃഷ്ണൻ, സിന്ധു എസ്, കെ പ്രകാശ്, വിജയൻ നായർ, പ്രദീപൻ, സുജി, ജയകൃഷ്ണൻ, സേവാഭാരതി വാർഡുതല സമിതി അംഗങ്ങൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. CD ന്യൂസ്, ചെട്ടുകുളങ്ങര. പുതിയവിള കൊപ്പാറയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ കേരളം സ്കൂൾ തല പരിപാടി നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനിൽ കൊപ്പാറയത്ത് ഉദ്ഘാടനം ചെയ്തു. പുതിയവിള കൊപ്പാറയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ കേരളം സ്കൂൾ തല പരിപാടി സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ക്യാമ്പയിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത് ഓൺലൈനായി കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും കാണിച്ചു. ചെറുത്തുതോൽപ്പിക്കാൻ ഇത് മാത്രം മതിയാകില്ല. മയക്കുമരുന്നിന് പിന്നിൽ അന്താരാഷ്ട്ര മാഫിയകൾ തന്നെയുണ്ട്. അവർക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാലുകുത്താൻ ഇടമുണ്ടാകരുത്. അത് ഉറപ്പാക്കുന്ന നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏകോപിതമായ നിലയിലുണ്ടാവും. ഇവ രണ്ടും ചേരുന്നതാണ് നോ ടു ഡ്രഗ്സ് എന്ന നമ്മുടെ ക്യാമ്പയിൻ. മാരക വിഷവസ്തുക്കളായ രാസവസ്തുക്കളുടെ സങ്കലനങ്ങൾ പോലും ലഹരിക്കായി വിതരണം ചെയ്യപ്പെടുന്നു എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇവയുടെ ഉൽപാദനം സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും അതിർത്തികൾക്കപ്പുറത്തുകൂടി വ്യാപിച്ചു കിടക്കുന്നു. മയക്കുമരുന്ന് വിപണനത്തിന്റെ സങ്കീർണമായ ശൃംഖലകൾ ഉണ്ടായിരിക്കുന്നു. അങ്ങേയറ്റം അപകടകരവും മനുഷ്യത്വരഹിതവുമായ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായി നടക്കുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ളതും കർക്കശങ്ങളായ നടപടികളുടെ അകമ്പടിയോടെ ഉള്ളതുമാവും നമ്മുടെ ക്യാമ്പയിൻ. ഈ ബഹുമുഖ കർമ്മ പദ്ധതി ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിക്കുക. സമൂഹമാകെ പ്രത്യേകിച്ച് യുവാക്കൾ ഇതിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകുന്നു. ഓരോ വ്യക്തിയും ഓരോ കുടുംബവും ഇതിൽ പങ്കുചേരണം. സംസ്ഥാന തലത്തിലും ജില്ലാ തദ്ദേശ സ്വയംഭരണ വിദ്യാലയ തലങ്ങളിലും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സമിതികൾ പ്രവർത്തിക്കും. മുഖ്യമന്ത്രി അധ്യക്ഷനും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി സഹാധ്യക്ഷനുമായാണ് മറ്റു മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി സംസ്ഥാനതല സമിതി രൂപീകരിച്ചിട്ടുള്ളത്. ഈ സമിതി ഇതിന് മേൽനോട്ടം വഹിക്കും. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിന് എത്ര വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത്. തുടർന്ന് ലഹരിവിരുദ്ധ കേരളം കൊപ്പാറയത്ത് സ്കൂൾ തല ഉദ്ഘാടനം നടന്നു. PTA പ്രസിഡന്റ് SD സലീംലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനിൽ കൊപ്പാറയത്ത് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്റ്റർ ആർ ദീപ സ്വാഗതം പറഞ്ഞു. മാതൃസംഗമം പ്രസിഡന്റ് ദീപ പുഷ്പൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് A ഷൈനി എന്നിവർ സംസാരിച്ചു. V അനിൽ ബോസ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. V അജിത് പ്രകാശ് നന്ദി പറഞ്ഞു. CD ന്യൂസ്, കായംകുളം. കായംകുളം നടക്കാവ് LPSൽ രക്ഷിതാക്കൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു. വാർഡ് കൗൺസിലർ അൻസാരി കോയിക്കിലേത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കായംകുളം നടക്കാവ് LP സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ അൻസാരി കോയിക്കിലേത്ത് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ പ്രദേശത്തും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. ഇത് പോലീസിന് കിട്ടുന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ടൺ കണക്കിന് ലഹരി വസ്തുക്കളാണ് നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ കുട്ടികളിൽ കൂടിയും മുതിർന്നവരിൽ കൂടിയും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കാർന്നു തിന്നുന്ന അല്ലെങ്കിൽ അത്രയും വിപത്തായ ഒരു സംഭവമാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത്. ഹരിപ്പാട് അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ നിസാർ പൊന്നാരേത്ത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഉത്തരം ഞാൻ പറഞ്ഞു തുടങ്ങിയല്ലോ, അപ്പോഴാണല്ലോ ഇവിടെ പറഞ്ഞത് ലഹരിയുടെ ലഭ്യത കൂടിയത്. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്കിടയിലേക്ക് ഇങ്ങനെ ലഹരി വസ്തുക്കൾ വ്യാപകമായി പ്രചരിക്കുവാനും അത് ഉപയോഗിക്കുന്നതിന് കാരണമാകുന്നതിനുമൊക്കെ കാരണമെന്ന് അന്വേഷിച്ചാൽ, പഠിച്ചാൽ, ചിന്തിച്ചാൽ നമുക്ക് കഴിയുന്നത് കൊറോണ വൈറസ് നമ്മുടെ ഇടയിലേക്ക് വന്നതാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം കൊറോണ വൈറസിന്റെ വരവോടുകൂടി, COVID-19 വരവോടുകൂടി ഞാനും നിങ്ങളും നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുകയുണ്ടായി. ഗവൺമെന്റ് നിർദ്ദേശങ്ങളും ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങളും ഒക്കെ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ വീടുകളിലേക്ക് ചുരുങ്ങിയപ്പോൾ
നമ്മുടെ ചിന്താഗതികൾ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് അടച്ചിട്ടപ്പോൾ നമ്മളും നമ്മുടെ മക്കളും നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി, ജീവന്റെ ഭാഗമായി, അതല്ലെങ്കിൽ എല്ലാമായി കണ്ട ഒരു ഡിവൈസ് ഉണ്ട്, ഒരു ഉപകരണമുണ്ട്. അതാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം. ആ മൊബൈൽ ഫോണിന്റെ ആവിർഭാവമല്ല, പക്ഷേ അതിന്റെ ഉപയോഗമല്ല, അതിന്റെ വർദ്ധിത ഉപയോഗമാണ് നമ്മുടെ ഇടയിലേക്ക് ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് എത്തിക്കുന്നതിന് കാരണമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി അവിടെയാണ് എങ്ങനെയാണ് മൊബൈൽ ഫോണും ലഹരിയുമായി കണക്ഷൻ വരുന്നത്. പുരാതന കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളൊക്കെ തിരിഞ്ഞു നോക്കിയാൽ, നമ്മുടെ പൂർവികരുടെ വീടുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, വീടുകൾ ചെറുതായിരുന്നു, വരാന്തകൾ വലുതായിരുന്നു, ബെഡ്റൂമുകൾ അല്ലെങ്കിൽ കിടപ്പുമുറികൾ വളരെ ചെറുതായിരുന്നു. പക്ഷേ ആധുനിക സമൂഹം പണത്തിന്റെയും സമ്പത്തിന്റെയും ആ ആധിക്യം കൊണ്ടും ധൂർത്തുകൊണ്ടും ഇന്ന് എന്റെയും നിങ്ങളുടെയും വീടുകൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കൊട്ടാരങ്ങളാണ്. അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വീടുകൾ ഇങ്ങനെ വലുതാക്കിയപ്പോൾ, കിടപ്പുമുറികൾ വലിയ വിശാലമാക്കിയപ്പോൾ, വരാന്തകളുടെ സ്ഥാനം ഇല്ലാതായപ്പോൾ, ഡൈനിങ് റൂമുകളുടെ സ്ഥാനം ഇല്ലാതായപ്പോൾ, അടുക്കളകൾ ചെറുതായി കഴിഞ്ഞപ്പോൾ, അവിടങ്ങളിൽ കുടുംബങ്ങളോട് ഒത്തുചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനും വർത്തമാനം പറയുന്നതിനും നമുക്ക് സമയമില്ലാതെ വരികയും നമ്മുടെ മക്കളും നമ്മളുമൊക്കെ ഈ ചെറിയ ലോകത്തിൽ ഇരുന്നു കൊണ്ട് വലിയ ലോകത്തെ കൈപ്പിടിയിലൊതുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതാണ് ലഹരിയുടെ വരവിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് PR ഗീതയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഗോപികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. അധ്യാപകരായ D ഓമനക്കുട്ടൻ, ലേഖ, VG ബിന്ദു, രഞ്ജിത എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം. 17 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ദേശീയ വടംവലി മത്സരത്തിൽ കേരളത്തിനെ പ്രതിനിധീകരിച്ച് സ്വർണ്ണ മെഡൽ നേടിയ കായംകുളം പത്തിയൂർ സ്വദേശിനിയും പുളിയറ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അദ്രിജ എസിന് BJP OBC മോർച്ച പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റി മൊമെന്റോ നൽകി ആദരിച്ചു. ഭാരവാഹികൾ നേതൃത്വം നൽകി. 17 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ദേശീയ വടംവലി മത്സരത്തിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് സ്വർണ്ണ മെഡൽ നേടിയ കായംകുളം പത്തിയൂർ സ്വദേശിനിയും പത്തിയൂർ പുളിയറ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അദ്രിജ എസിനെ BJP OBC മോർച്ച പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റി മൊമെന്റോ നൽകി ആദരിച്ചു. മഹാരാഷ്ട്രയിലെ പൽഹറിൽ വെച്ച് നടന്ന 17 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ദേശീയ വടംവലി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ കുട്ടികൾ ഒരാൾ കായംകുളം നിയോജക മണ്ഡലത്തിലെ പുളിയറ സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയായ കുമാരി അദ്രിജയാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി തുടർച്ചയായിട്ട് ദേശീയ വടംവലി മത്സരത്തിൽ പുളിയറ സ്കൂളിനെ പ്രതിനിധീകരിക്കുകയും കായംകുളത്തിൻ്റെ പ്രത്യേകിച്ച് അഭിമാനമായി മാറുകയും ചെയ്തിട്ടുള്ള കുമാരി അദ്രിജയെ മൊമെന്റോ നൽകി ആദരിക്കുവാനാണ് ഭാരതീയ ജനതാ പാർട്ടി OBC മോർച്ച തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു ചെറിയ വീട്ടിൽ നിന്നും ദേശീയ തലത്തിലോളം വളർന്ന ഒരു കായിക പ്രതിഭയാണ് നമ്മൾക്ക് മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിന് കിട്ടിയിട്ടുള്ള 100 കണക്കിന് ട്രോഫികൾ ഈ വീടിൻ്റെ ചെറിയ അലമാരയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത്, അധികാരികൾ, ഈ പത്തിയൂർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള അധികാരികൾ ഈ വീട് സന്ദർശിക്കുകയും ഈ കുട്ടിയുടെ തുടർന്നുള്ള പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്യണമെന്നാണ്. കാരണം ഈ ചെറിയ വീട്ടിൽ നിന്നും ദേശീയ തലത്തിലോളം വളർന്ന ഒരു കുട്ടിയുടെ അതിൻ്റെ കിട്ടിയിട്ടുള്ള അവാർഡുകൾ സൂക്ഷിക്കുവാൻ പോലും ഈ കൊച്ചു വീട്ടിൽ അതിനുള്ള സാഹചര്യമില്ല. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി OBC മോർച്ച ഇത്തരത്തിലുള്ള ഈ കുരുന്നിനെ ഈ അവാർഡ് നൽകി ആദരിക്കുന്ന ഈ ചടങ്ങ് എന്തുകൊണ്ടും പ്രശംസനീയമാണ്. വലിയ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്ക് ദേശീയ തലത്തിൽ വളരട്ടെ, വലിയ ഭാവി ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ആശംസിക്കുവാനുള്ളത്. OBC മോർച്ച ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി പുളിയറ വേണുഗോപാൽ, കായംകുളം മണ്ഡലം പ്രസിഡന്റ് R രതീഷ് എന്നിവർ സംയുക്തമായാണ് ആദരിച്ചത്. OBC മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം മുരളീധരൻ പത്തിയൂർ, പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇന്ദു സന്തോഷ്, സെക്രട്ടറി S ജഗദീഷ്, മനോജ് എന്നിവരും ആദരിച്ചു. പ്രാവശ്യമാണ് ഞാൻ ദേശീയതല വടംവലി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. എനിക്കിതിന് പ്രചോദനമാവുകയും പ്രോത്സാഹനം തരികയും ചെയ്തത് എൻ്റെ കായിക അധ്യാപകനായ സുരേഷ് സാറും കോച്ചസുമാണ്. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നല്ല പിന്തുണ തന്നിരുന്നു. എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയുന്നു. CDNet ന്യൂസ്, കായംകുളം.
ക്ഷേത്രങ്ങളിലെ കൊടിമര നിർമ്മാണത്തിലൂടെ പ്രശസ്തനായ ശില്പി പത്തിയൂർ വിനോദ് ബാബു ആചാര്യ നിർമ്മിക്കുന്ന 70ാമത്തെ സ്വർണ്ണ കൊടിമരത്തിന്റെ ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള തേക്കുമരം വഹിച്ചുള്ള ഘോഷയാത്ര പത്തിയൂരിൽ നിന്നും ആരംഭിച്ചു. ബംഗളൂരു രാജാദി നഗറിൽ ഹരേ കൃഷ്ണ ഗ്രൂപ്പ് ഇസ്കോൺ ക്ഷേത്രത്തിലേക്കാണ് സ്വർണ്ണ കൊടിമരം നിർമ്മിക്കുന്നത്. ക്ഷേത്രത്തിലെ കൊടിമര നിർമ്മാണത്തിലൂടെ പ്രശസ്തനായ പത്തിയൂർ സ്വദേശി വിനോദ് ബാബു ആചാര്യ നിർമ്മിക്കുന്ന 70ാമത് സ്വർണ്ണ കൊടിമരത്തിന്റെ ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള തേക്കുമരം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ശില്പിയുടെ പത്തിയൂരിലെ വീട്ടിൽ നിന്നും ആരംഭിച്ചു. ഭക്തജനങ്ങളിൽ ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, തിരുവട്ടാർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള 69 പുണ്യക്ഷേത്രങ്ങളിൽ സ്വർണ്ണ കൊടിമരം തീർത്ത പത്തിയൂരിന്റെ അനുഗ്രഹീത ശില്പി ശ്രീ വിനോദ് ബാബു ശ്രീ ദുർഗയുടെ നേതൃത്വത്തിൽ പണി കഴിക്കുന്ന ബാംഗ്ലൂർ രാജാദി നഗറിൽ സ്ഥിതി ചെയ്യുന്ന ഈസ്കോൺ ക്ഷേത്രത്തിലേക്ക് 70ാമത് സ്വർണ്ണ കൊടിമരത്തിനുള്ള തേക്കും തടിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം കൂടാമ്പാടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ സ്വീകരണം ഏറ്റുവാങ്ങാൻ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ എത്തിച്ചേരുന്നതാണ്. 70ാമത്തെ സ്വർണ്ണ കൊടിമരം ബാംഗ്ലൂർ രാജാദി നഗറിൽ ഹരേകൃഷ്ണ ഗ്രൂപ്പ് ഇസ്കോൺ ക്ഷേത്രത്തിന് വേണ്ടിയാണ് നിർമ്മിക്കുന്നത്. മേജർ പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഉപദേശക സമിതി സെക്രട്ടറി ഹരികുമാർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. പക്ഷെ അത് പത്തിയൂരിന് എന്തുകൊണ്ടോ ഇവിടെ ഒരു അനുഗ്രഹീതമായ ഒരു ശില്പി ഇവിടെ ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 69ഓളം ക്ഷേത്രങ്ങളിൽ ഇതിനകം സ്വർണ്ണക്കൊടിമരം നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളിൽ സ്വർണ്ണക്കൊടിമരം നിർമ്മിക്കുവാനുള്ള കൊടിമര ഘോഷയാത്രയിൽ സജീവമായി പങ്കാളിയാകാനും അത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കാനും പത്തിയൂരിലെ ഉപദേശസമിതി അടക്കമുള്ളവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന മറ്റു ക്ഷേത്രഭാരകർക്കും സാധിച്ചിട്ടുണ്ട്. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മാത്രമല്ല, തിരുവട്ടാർ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത് ഇന്ന് നിലവിലുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള സ്വർണ്ണ കൊടിമരം തിരുവട്ടാർ ക്ഷേത്രത്തിലെയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ 69ാമത്തെ ക്ഷേത്രത്തിൻ്റെ സ്വർണ്ണ കൊടിമര നിർമ്മാണം ആ രംഗത്താണ്. ഏറ്റവും ഉയരമുള്ള സ്വർണ്ണ കൊടിമരം തിരുവട്ടാറിലെയാണ്. അപ്പം ശബരിമലയിലെയും തിരുവട്ടാറിലെ അടക്കമുള്ള 69ഓളം ക്ഷേത്രങ്ങളുടെ കൊടിമര നിർമ്മാണത്തിൽ ഭാഗമാകാനും നേതൃനിരയിലെത്താനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതും ഇപ്പം 70ാമത്തെ സ്വർണ്ണ കൊടിമരം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ രാജാദി നഗറിലെ ഇസ്കോൺ ക്ഷേത്രത്തിൽ നിർമ്മിക്കുകയാണ്. ബാംഗ്ലൂരിലേക്കുള്ള കൊടിമര ഘോഷയാത്രയാണ് നമ്മുടെ പത്തിയൂർ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ നിന്നിവിടെ നിന്ന് ആരംഭിക്കുന്നത്. പത്തിയൂർ ക്ഷേത്രവുമായി ശ്രീ വിനോദ് ബാബുവിന് അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. നമുക്കറിയാം, അവിടുത്തെ യക്ഷിയമ്പലം തേക്കിൻതടിയിൽ നിർമ്മിച്ചിട്ടുള്ള കമനീയമായ യക്ഷിയമ്പലം ശ്രീ വിനോദ് ബാബുവിൻ്റെ കരവിരുതിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇതേ തുടർന്ന് ശബരിമലയിലെ കൊടിമരം പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് കൊണ്ടുപോയ ഗ്രൂപ്പിന്റെ കൺവീനറായ ബിനു വടശ്ശേരി, രാമദാസ് പാരൂർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. കൊയ്പ്പള്ളിക്കാരായ്മ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബാലകൃഷ്ണൻ നായർ, എരുവ മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതി പ്രസിഡന്റ് പച്ചംകുളം മുരളീധരൻ, പത്തിയൂർ 9ാംകര പ്രസിഡന്റ് ശ്രീജിത്ത് കളിയിക്കൽ, 8ാംകര പ്രസിഡന്റ് സുരേന്ദ്രൻപിള്ള, 6ാംകര പ്രസിഡന്റ് പ്രശാന്ത്, ഉപദേശക സമിതി അംഗങ്ങളായ ബിജു പുലിപ്ര, പ്രദീപ് കാർത്തികപ്പള്ളി, കുറ്റിക്കുളങ്ങര ദേവി ഭദ്രകാളി ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ചന്ദ്രൻ കടവിൽ, പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള കൊടിമരം ഘോഷയാത്രയുടെ ഗ്രൂപ്പായ ചെട്ടികുളങ്ങര ഗ്രൂപ്പിന്റെ കൺവീനർ ഉണ്ണി കൊയ്പ്പള്ളിക്കാരായ്മ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് ഘോഷയാത്ര കുറ്റിക്കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രം, കല്ലുപറമ്പിൽ ഭദ്രകാളി ക്ഷേത്രം, ആൽത്തറ ഗണപതി ക്ഷേത്രം, പത്തിയൂർ ക്ഷേത്രം, മൂടമ്പാട്ടിൽ ക്ഷേത്രം, ശിവപാർവതി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി ബാംഗ്ലൂർ ഇസ്കോൺ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. സ്വീഡൻ ന്യൂസ്, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. കായംകുളം ജലോത്സവം നവംബർ 12-ന് മേളയുടെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു.
കായംകുളം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നഗരസഭയുടെ ബങ്ക് മാറ്റി സ്വകാര്യ വ്യക്തിക്ക് വഴിയൊരുക്കുവാനുള്ള ഭരണ നേതൃത്വത്തിന്റെ നടപടികളിൽ പ്രതിഷേധം. UDF കൗൺസിലർമാർ കൊടികുത്തി. മാവേലിക്കര തെക്കേക്കര മാനപ്പുഴ പാലം എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം. BJP ഉപരോധ സമരം നടത്തി. ചെട്ടികുളങ്ങര സംഘർഷം. DYFIയും BJPയും പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.